ഞാനുള്ളത് തമിഴ്നാട് ടി നഗറിലെ CPM-ന്റെ ആസ്ഥാനത്തിന് മുൻപിലാണ്. നമുക്കിവിടെ കാണാം പി രാമമൂർത്തി നിனைவக, അതായത് രാമമൂർത്തി മെമ്മോറിയൽ. ഇവിടെയാണ് ഇപ്പോൾ നിർണായക യോഗം നടക്കുന്നത്. TVK-യുടെ ഭരണം തമിഴ്നാട്ടിൽ വരുമോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗമാണ് ഇവിടെ നടക്കുന്നത്. CPM-ന് 2 MLA-മാരാണ് ഇവിടെയുള്ളത്. ആ CPM-ന്റെ 2 MLA-മാർ വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഒപ്പം CPI-യുടെയും 2 MLA-മാരുണ്ട്. അവരും ഇന്ന് രാവിലെ യോഗം ചേരുകയാണ്. അതായത് വിജയ്ക്ക് ഭരണത്തിലിറങ്ങണമെങ്കിൽ ഇനി 6 MLA-മാരുടെ പിന്തുണ കൂടി ആവശ്യമുണ്ട്. CPM-ന്റെയും CPI-യുടെയും 2 MLA-മാർ വീതം പിന്തുണയ്ക്കുമ്പോൾ അത് 4 ഉയരും. ഒപ്പം തന്നെ VCK-യുടെ പിന്തുണ ലഭ്യമായാൽ അവിടെ വിജയ്ക്ക് ഭരണം ഉറപ്പാക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അതിലേറ്റവും പ്രധാനം CPM-ന്റെ പിന്തുണ തന്നെയാണ്. നമുക്കറിയാം DMK-യുടെ സഖ്യകക്ഷിയാണ് CPM. DMK-യുടെ നിയന്ത്രണത്തിലാണ്, നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് CPM-ന്റെ പ്രവർത്തനങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ DMK ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് 6 മാസം വിജയ് ഭരിക്കട്ടെ എന്ന തരത്തിലാണ് CPM-ന്റെ തീരുമാനം വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ എന്ത് തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് CPM നീങ്ങും എന്നുള്ളതാണ്. കാരണം DMK-യുടെ നിയന്ത്രണത്തിലാകും CPM-ന്റെയും CPI-യുടെയും VCK-യുടെയും പിന്തുണയോടെ ഭരണത്തിലേറിയാൽ വിജയുടെ സർക്കാർ നിലനിൽക്കുക. അതായത് DMK-ക്ക് അദൃശ്യമായ നിയന്ത്രണം വിജയുടെ സർക്കാരിന്മേൽ ചെലുത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഈ പിന്തുണ കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഭരണത്തിലേറിയില്ലെങ്കിലും DMK-ക്ക് ഭരണം നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യമാകും CPM-ന്റെയും CPI-യുടെയും VCK-യുടെയും പിന്തുണയോടെ വിജയ് അധികാരത്തിലേറിയാൽ ഉണ്ടാവുക. അതിൻ്റെ സാധ്യതകൾ എത്രമാത്രമുണ്ട് എന്നുള്ളതാണ് അറിയേണ്ടത്. എന്നാണെങ്കിലും ഇപ്പോൾ രാവിലെ സംസ്ഥാന കമ്മിറ്റി ചേരും, അതിനുശേഷം സംസ്ഥാന സമിതി ചേരുന്നു. വൈകുന്നേരത്തോടെ CPM-ന്റെ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത്. തൊട്ടു പിന്നാലെ തന്നെ CPI-യും അവരുടെ നിലപാട് പ്രഖ്യാപിക്കും. അതുകൊണ്ട് തന്നെ വിജയ് അധികാരത്തിലേറണമെങ്കിൽ അതിലേറ്റവും നിർണായക തീരുമാനങ്ങൾ എടുക്കുക തമിഴ്നാട്ടിലെ ഇടത് കക്ഷികൾ തന്നെയായിരിക്കും. സ്വാഭാവികമായിട്ടും വിജയ്ക്ക് അനുകൂലമായൊരു നിലപാട് CPM-ഉം CPI-യും സ്വീകരിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതുതന്നെയാണ് തമിഴ്നാട്ടിലെ തുടർന്നുകൊണ്ടിരിക്കുന്ന അനിശ്ചിതത്വത്തിന് അവസാനമാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കുള്ള കാത്തിരിപ്പ് ഉണ്ടാവുക. ചെന്നൈയിൽ നിന്നും CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.